വാസുദേവായ. ദശകം 10 ശ്ലോകം 3. താവത് സസർജ മനസാ സനകം സനന്ദം ഭൂയഃ സനാതന മുനിം ച സനത്കുമാരം തേ സൃഷ്ടികർമ്മണി തു തേന നിയുജ്യമാനാഃ ത്വത്പാദഭക്തിരസികാ ജഗൃഹുർവാണീം. താവത് അതിനുശേഷം സസർജ സൃഷ്ടികർമ്മങ്ങൾ നടത്തി, മനസാ മനസ്സുകൊണ്ട്, സനകം സനകൻ, സനന്ദം സനന്ദൻ, ഭൂയക പിന്നീട്, സനാതന സനാതനൻ, മുനി മുനിമാരെയും, ച അവരെ കൂടി, സനത്കുമാരം സനത്കുമാരൻ, തേ ഭഗവാന്റെ സൃഷ്ടി ആ സൃഷ്ടി കർമ്മങ്ങൾ, കർമ്മണി നടത്തുവാൻ, തു ആ ഭഗവാൻ, തേന ബ്രഹ്മാവിനാൽ, നിയുജ്യമാനക നിയോഗിക്കപ്പെട്ടു, ത്വത് ഭഗവാന്റെ പാദഭക്തി ചരണഭക്തിയോടുകൂടി, രസിക രസം അറിഞ്ഞ്, ജഗൃഹു സ്വീകരിച്ചുകൊണ്ട്, ന ഇല്ലാത വാക്കുകൾ, വാണിയും ആ ഭഗവാന്റെ അനുഗ്രഹത്താൽ ഉണ്ടാകുന്ന ബ്രഹ്മാവിന്റെ വാക്കുകൾ. അപ്പോൾ ഈ 10ാമത്തെ ദശകത്തിൽ സൃഷ്ടിഭേദങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഈ ശ്ലോകത്തിൽ ഭഗവാൻ ആ ബ്രഹ്മാവിനെ പൂർണ്ണമായി അനുഗ്രഹിച്ചു. ഈ ഒരു തെറ്റിദ്ധാരണയെല്ലാം മാറ്റി ബ്രഹ്മാവ് മനസ്സുകൊണ്ട് ഭഗവാനെ ധ്യാനിച്ച് പാദപൂജ ചെയ്തപ്പോൾ ആ മനസ്സെല്ലാം പരിശുദ്ധമായി തീർന്നു. അതിനുശേഷം ആ മനസ്സുകൊണ്ട് ഓരോരോ സൃഷ്ടികർമ്മങ്ങൾ ചെയ്യുവാൻ ആരംഭിച്ചു. അങ്ങനെ സനകൻ, സനന്ദൻ, സനാതനൻ, സനത്കുമാരൻ എന്നീ മഹാമുനിമാരെ സൃഷ്ടിക്കുകയായിരുന്നു ആ ബ്രഹ്മാവ്. അങ്ങനെ ആ ഭഗവാനാൽ നിയോഗിക്കപ്പെട്ട് ബ്രഹ്മാവ് ആ ഭഗവാന്റെ ചരണഭക്തിയോടു കൂടി ആ സൃഷ്ടിക്കുന്ന രസത്തെ അറിഞ്ഞ് സ്വീകരിച്ചു. അങ്ങനെ ഓരോരോ സൃഷ്ടികർമ്മത്തിൽ ഏർപ്പെടുന്നതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. താവത് സസർജ മനസാ സനകം സനന്ദം ഭൂയഃ സനാതന മുനിം ച സനത്കുമാരം തേ സൃഷ്ടികർമ്മണി തു തേന നിയുജ്യമാനാഃ ത്വത്പാദഭക്തിരസികാ ജഗൃഹുർവാണീം. ശ്രീഹരേ നമഃ ശ്രീഹരേ നമഃ. ഗോപികാ ജീവനസ്മരണം. ഗോവിന്ദ ഗോവിന്ദ. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ.